ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കാടമുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതുവരെ ട്രൈ ചെയ്തിട്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. മക്കൾക്ക് തീർച്ചയായിട്ടും ഇത് കൊടുക്കണം കേട്ടോ. നല്ല ഗുണമുള്ള ഔഷധ ഗുണമുള്ള മുട്ടയത്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണേ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ മുട്ട ഒന്ന് നോക്കാം. അതേ അറിയാത്തവർക്ക് വേണ്ടിയാണ്, അറിയുന്നവരൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അറിയാത്തവർക്ക് ഇതേ മുട്ടയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. ആ മുട്ട ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ആണെങ്കിൽ 2-3 മുട്ട അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. ഒത്തിരി കണ്ടമാനം കഴിക്കാൻ പാടില്ല അത്. അപ്പം ഇത് 3 വെച്ച് ഞാൻ 4 പേർക്കുള്ള വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പുഴുങ്ങിയെടുത്തേക്കാണേ. പിച്ചാത്തി കൂടി ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പോറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചേക്കുന്നതാണേ. അപ്പോൾ അതും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് 2 സവാള നീളനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് അതും ഇട്ട് കൊടുക്കാവേ. ഇനി സവാളയൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒത്തിരി അങ്ങ് ബ്രൗണിഷ് ആക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത്ര ആയി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഒരു തക്കാളി ഞാനാണെങ്കിൽ ക്യൂബ്സാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാവേ. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചേക്കാം, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുന്നേ ഉള്ളൂ. മുട്ട പുഴുങ്ങിയപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടാണേ ഞാൻ പുഴുങ്ങിയെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോഴേ ഒത്തിരി എടുത്ത് ഉപ്പിടാൻ പാടില്ല. പിന്നെ നമുക്കത് തക്കാളിക്കൊന്ന് വെന്തുടഞ്ഞ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അടച്ചാണെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കകത്ത് ലോ ഫ്ലെയിമിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഞാനാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് നമുക്കത് വെയിറ്റ് ചെയ്യാം. മസാലയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു പച്ച ചവ വരും, ടേസ്റ്റ് നന്നായിട്ട് വരത്തില്ല കേട്ടോ. മസാലയുടെയൊക്കെ നല്ല മണം വരുമ്പോൾ നമുക്കറിയാൻ പറ്റും മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയൊന്നുമില്ല കേട്ടോ. ഇനി ആ മുട്ട പുഴുങ്ങി വെച്ചേക്കുന്നില്ലേ, നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കത് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് സ്റ്റേജിൽ നോക്കണം കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ എല്ലാം ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാനാണെങ്കിൽ നോക്കിയപ്പോൾ എല്ലാം പാകത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതേ നമുക്കൊന്ന് അടച്ച് ഇളക്കി നന്നായിട്ട് അടച്ച് നമുക്കൊന്ന് ഒരു 10-15 മിനിറ്റത്തേക്ക് നന്നായിട്ടൊന്ന് ആവുന്നേരം എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ഇട്ടാണെങ്കിൽ ചോറിന് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്ന കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. നാളെ എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അറിയിക്കുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.